ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ശാന്തിയും സമാധാനവും തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് നോക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളവരാണ് ആദ്യം ഈ റീഡിങ് നോക്കേണ്ടത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് നോ കോണ്ടാക്റ്റിലൂടെ കടന്നു പോകുകയാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്കുള്ള റീഡിംഗ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഡബിൾ എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷനാണ് ഉള്ളത്. ഓക്കെ, ചങ്ങല കെട്ടി നിർത്തിയിരിക്കുന്നു, ഭയപ്പെടുത്തി നിർത്തിയിരിക്കുന്നു. ഓക്കെ, ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ അനുവദിക്കത്തില്ല. അവർ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ഭയത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ കൺട്രോൾ, ചില മാജിക്ക് കാണിച്ച് അവരെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള എനർജിയാണ് നിങ്ങളുടെ പേഴ്സണ് ഓവറോൾ കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 15, 6, 9, 11, 14, 5, 12, 3, 2, 4, 22. ഓക്കെ, ഈ ഡേറ്റോ മന്തോ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഏതെങ്കിലും രീതിയിൽ റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കുക. തേർഡ് പാർട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്തോ മന്തോ അങ്ങനെ എന്തെങ്കിലുമായിട്ട്, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് പോയ ദിവസമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമായിട്ടുള്ള ബന്ധം ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഹെർമിറ്റ് മൂഡിലൂടെ കടന്നു പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സന്തോഷിച്ച് അങ്ങോട്ട് പോയതാണ്, പക്ഷേ അവിടെ നിന്ന് യാതൊരുവിധ സപ്പോർട്ടും നിങ്ങളുടെ പേഴ്സണ് ലഭിക്കുന്നില്ല. നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കി ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ മൂഡ് സ്വിങ്സിലൂടെയും വളരെ ഡിപ്രഷനിലൂടെയും താഴ്ന്നു പോകുന്ന എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു, ചില മാജിക്ക് കാണിച്ചിട്ടാണ്, ചില മാജിക്ക് വ്യക്തികളെ കണ്ട്, ചില മജീഷ്യനെ കണ്ട് നിങ്ങളുടെ പേഴ്സണെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയായിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, അത് ഇപ്പോൾ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിലും നിങ്ങളുടെ പേഴ്സണ് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് പോലും വയ്ക്കാനുള്ള ശക്തിയില്ലാത്ത അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. എങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ ചില അറിവുകൾ സമ്പാദിച്ചിരിക്കുന്നു. എന്തറിവുകളാണ്? നിങ്ങളുടെ തേർഡ് പാർട്ടി ചില മാജിക്ക് കാണിച്ചു അവരെ വിരട്ടി നിർത്തിയിരിക്കുന്നതായിട്ടും അല്ലെങ്കിൽ ചില ബ്ലാക്ക്മെയിൽ ചെയ്ത് നിർത്തിയിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിൽ ഭയപ്പെടുത്തിയാണ് നിങ്ങളുടെ പേഴ്സണെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുവാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് കടന്നുപോയിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ വീണ്ടും മാജിക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നിങ്ങളുടെ പേഴ്സൺ അങ്ങോട്ടേക്ക് തന്നെ പോകും. പിന്നെ നിങ്ങളുടെ വശത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കോൾ, മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുടെ അട്രാക്റ്റ് ചെയ്ത് വരാനായിട്ട് വരുമ്പോൾ വീണ്ടും തേർഡ് പാർട്ടി മാജിക്കിന് വേണ്ടിയിട്ട് പോകും. ഓക്കെ, അങ്ങനെയുള്ള ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് കപ്പ് വന്ന്? നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു ഒരു ഇമ്മച്വറായിട്ടുള്ള ഒരു തീരുമാനമായി പോയി. ഓക്കെ, നിങ്ങളുടെ തേർഡ് പാർട്ടിയുമായിട്ട് എടുത്തത് അല്ലെങ്കിൽ അവരുമായിട്ടൊരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഇമ്മച്വർ ആയിട്ടുള്ള ഒരു തീരുമാനമായി പോയി. ഞാൻ എടുക്കാൻ പാടില്ലായിരുന്നു, എൻ്റെ ബുദ്ധിമോശം കൊണ്ട് ഞാൻ എടുത്തുപോയി. ചില സാമ്പത്തിക കാര്യങ്ങളോ ചില മെറ്റീരിയലിസ്റ്റിക് ഓഫറുകളോ ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഗൾഫിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര പൈസ ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും വിധത്തിൽ പ്രലോഭനങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. ഓക്കെ,
ചില പ്രലോഭനങ്ങളിൽ വീഴ്ത്തിക്കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണെ അവരിലേക്ക് അട്രാക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ആ പ്രലോഭനത്തിൽ ചെന്ന് കയ്യും കാലും കെട്ടിയത് അവിടെ കിടപ്പുണ്ട് കേട്ടോ. മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം എന്താണോ പറഞ്ഞത്, എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വിദേശ യാത്ര പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒന്നുമില്ല, കൂട്ടിലിട്ടിട്ട് അവിടെ കിടക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് മുന്നോട്ട് പോകാനും പറ്റുന്നില്ല, എന്നാൽ ഒരു കാര്യം നടന്നതുമില്ല. പക്ഷേ അവിടെ നിന്ന് പൊട്ടിച്ച് പുറത്ത് വരാനും പറ്റാത്ത ഒരവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ അവിടെ നിന്ന് പോകുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ കിങ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ചില അബണ്ടൻസുകൾ അല്ലെങ്കിൽ ചില ബിസിനസ്സുകൾ നിങ്ങളുടെ പേഴ്സണ് വാഗ്ദാനം ചെയ്തതായി കാണുന്നു. ഓക്കെ, ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നു. കുറച്ച് ബിസിനസ്സുകൾ കാണിച്ച് മോഹിപ്പിച്ചു. ഞാൻ നിനക്ക് ഇത് തരാം, ഞാൻ നിനക്ക് അത് തരാം എന്നൊക്കെ പറഞ്ഞ് ബിസിനസ്സും സാമ്പത്തികവും വലിയ വീടും ബംഗ്ലാവും ഒക്കെ കാണിച്ച് അട്രാക്റ്റ് ചെയ്തതായിട്ട് ഒരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഒരു പക്ഷേ തിരിച്ചുമാകാം. നിങ്ങളുടെ പേഴ്സൻ്റെ ബിസിനസ്, സാമ്പത്തികം അതെല്ലാം കണ്ടിട്ട് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ അട്രാക്റ്റ് ചെയ്തതുമാകാം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം. എന്തായാലും ഇവിടെ മെയിൻ ചീസ് എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. അതിന് വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി ഈ ഒരു മാജിക് എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും തേർഡ് പാർട്ടി കാണിക്കുന്നത് സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്നില്ല, സമാധാനമില്ല, മാനസികമായി ഒരു സന്തോഷവും ഇല്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് വരുന്നുണ്ട്. നിങ്ങളോടൊപ്പം എത്ര സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ഒക്കെ ഇരുന്നിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു ചിന്തിക്കുമ്പോഴത്തേക്കെല്ലാം അവരുടെ മനസ്സിൽ നീറ്റലാണ്, അവർക്ക് വേദനയാണ്, അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഹീലാകുന്നില്ല. എത്രയൊക്കെ നിങ്ങളെ മറക്കാൻ ശ്രമിച്ചിട്ടും പറ്റാത്ത അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. ഓക്കെ, അവർ നിലവിളിക്കുകയാണ്, ദൈവമേ എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ പറ്റിയെങ്കിൽ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളോട് അവർ മാപ്പ് പറയുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും സന്തോഷിക്കാൻ കഴിയുന്നില്ല. ഇവിടെ 100% നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സന്തോഷിക്കുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണിത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ ഓർത്ത് കുറ്റബോധം തോന്നുന്നു. നിങ്ങളുമായിട്ട് വിവാഹം കഴിഞ്ഞ വ്യക്തിയാണോ? നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് തേർഡ് പാർട്ടിയിലേക്ക് കടന്നുപോയ വ്യക്തിയാണോ? അവരിപ്പോൾ നിങ്ങളെ ഓർത്തിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് നിങ്ങളുമായിട്ടുണ്ടായ സന്തോഷത്തെ ഓർത്ത് അവർ പശ്ചാത്തപിക്കുന്നു, നിങ്ങളോട് മാപ്പ് പറയുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും സന്തോഷിക്കാൻ പറ്റുന്നില്ല. ചിലപ്പം കുറേ വണ്ടി കാണും, വലിയ വീട് കാണും, പക്ഷെ എന്തൊക്കെ ഉണ്ടെങ്കിലും തേർഡ് പാർട്ടിയുടെ കൺട്രോളിംഗ് ആണ്. ഇവിടെ നനങ്ങിയ കുത്തു വീഴും. കണ്ടോ, ഇവിടെ വെച്ചിരിക്കുന്നുണ്ടോ? ഇവിടെ 3 വാളുകളാണ് നിരത്തി വെച്ചിരിക്കുന്നത്. 3 വാള് തേർഡ് പാർട്ടിയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ മാനസിക അവസ്ഥയെ ഇവിടെ തളർത്തി നിർത്തിയിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ അനങ്ങരുത്. ഇവരുടെ കൺട്രോൾ അനുസരിച്ച് മാത്രമേ എഴുന്നേക്കാനും ഇരിക്കാനും ഓടാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കൺട്രോൾ ചെയ്ത് ഭയപ്പെടുത്തി നിർത്തിയിരിക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അല്പം പോലും സന്തോഷം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഇല്ല. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു അവസ്ഥയിൽ കിടന്നുകൊണ്ട് നിങ്ങളുമായിട്ടുണ്ടായ സ്നേഹത്തെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ഓർക്കുന്നത്. അത് മാത്രമാണ് ഈ ഒരു സമയത്ത് അവർക്ക് സന്തോഷമായി കിട്ടുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. അടുത്തത് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാക്കാം, നിങ്ങളുടെ പേഴ്സൻ്റെ ചില തെറ്റുകളിലേക്ക് എടുത്തുള്ള ചാട്ടമാണ് ഈ ഒരു കാര്യത്തിന് ഈ ഒരു കർമ്മ അനുഭവിക്കാൻ ഇടയായതെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. തെറ്റുകളിലേക്ക് എടുത്ത് ചാടി എന്നുള്ള കാര്യം. ഓക്കെ, ഇവിടെ ഈ ഒരു വ്യക്തിയുടെ വസ്ത്രങ്ങളിലുള്ള ഒരു കറുപ്പ്, ആ ഒരു ഇതിനെ നോക്കിയാൽ മനസ്സിലാകാം ചില തെറ്റുകുറ്റങ്ങളുടേതായിട്ടുള്ള ഒരു പിക്ചറാണ് ഇവിടെ
ഇവിടെ കാണുന്നത്. അപ്പോൾ തൻ്റെ തെറ്റുകുറ്റങ്ങളിലേക്ക് എടുത്ത് ചാടിയത് കൊണ്ടാണ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇത്രയേറെ വിഷമങ്ങൾ അനുഭവിക്കുന്നത്. ഗ്രോത്തും വിജയവും പ്രതീക്ഷിച്ചെടുത്ത് ചാടിയതാണ്, പക്ഷേ ഒന്നും ബാലൻസ് ഇല്ലാണ്ടായ ഒരു എനർജിയാണ് കാണുന്നത്. ഒന്നും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ചതുപോലെ ഒരു കാര്യത്തിലും ബാലൻസ് ലഭിച്ചിരുന്നില്ല തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിൽ നിന്നും ഒരുപാട് ദൂരെ പോയിട്ടുണ്ടായിരിക്കാം. കണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങളെ വിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ഒരിക്കലും അവരെ വിട്ട് കളഞ്ഞിട്ടില്ല. കാരണം ഈ ഒരു സ്റ്റെം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് അകന്ന് മാറി നിൽക്കുന്നുണ്ടായിരിക്കാം. തേർഡ് പാർട്ടിയെ ഇപ്പം തേർഡ് പാർട്ടീനെ സാഹചര്യം കാരണം തേർഡ് പാർട്ടിയെ എടുത്ത് ഉയർത്തി നിർത്തിയിരിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങളെ ഒരിക്കലും വിട്ട് കളഞ്ഞിട്ടില്ല. ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാം, ഇവിടെ കെട്ടി നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ്. ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത് എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണത്താൽ ഇപ്പോൾ നിങ്ങളെ മൈൻഡ് ചെയ്യാതെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് ഓടിപ്പോയെങ്കിലും നിങ്ങളൊരിക്കലും നഷ്ടപ്പെടരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഓവറോൾ എനർജി വന്നിരിക്കുന്നത്. ഇപ്പോൾ വളരെ മൂഡ് സ്വിങ്സിലൂടെ കടന്നു പോകുന്നു. മൂണിൻ്റെ എനർജിയാണ് നമ്പർ 2. മൂണിൻ്റെ കാർഡാണ്. വളരെ വിഷമത്തിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. ചില യാത്രകളിലായിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, ചിലപ്പോൾ വിദേശത്തായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അല്ലെങ്കിൽ വിദേശത്തേക്ക് യാത്ര പോകുന്നതിന് തയ്യാറാകുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? 7 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയാൻ വയ്യ. തേർഡ് പാർട്ടിയെ പൂർണ്ണമായി ഉപേക്ഷിച്ച് തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളിലേക്ക് കടന്നു വരണമോ, അതോ തേർഡ് പാർട്ടിയിൽ തന്നെ ഇത് അനുഭവിച്ചു കൊണ്ട് തന്നെ ഗോ വിത്ത് ഫ്ലോ പോകണമോ എന്ന് അറിയാൻ പറ്റുന്നില്ല. എന്ത് ചിന്തിക്കണമെന്ന് അല്ലെങ്കിൽ എന്ത് പ്രവർത്തിക്കണമെന്നും അറിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. അപ്പം നമുക്ക് നോക്കാം നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണ്. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 12, 3, 11, 2, 16, 7, 4, 3, 9. ഓക്കെ, ഇവിടെ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരു പക്ഷേ ഡിവോഴ്സിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ചില വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ബാലൻസിങ്ങിൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറായി നിൽക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നു നിങ്ങളുമായിട്ടുള്ള റിലേഷൻ എല്ലാം ഒരു ബാലൻസിങ്ങിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ എംപററിൻ്റെ കാർഡ് വന്നിട്ടിരിക്കുന്നു. അവർ പക്ഷേ ചില വിട്ടുവീഴ്ചകൾക്ക് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു എനർജി കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ 9 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി നിങ്ങളുടെ പേഴ്സണ് വളരെ വിഷമങ്ങളാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് ജസ്റ്റിസ്, നിങ്ങളോട് നീതികേട് കാണിച്ചു എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് നീതികേട് കാണിച്ചു, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് വളരെ ദുഃഖാവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഞാൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റായി പോയി എന്ന് വിചാരിച്ച് അവർ മുഖം പൊത്തി നിന്ന് കരയുന്ന ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഒരു പക്ഷേ അവർ മനസ്സുകൊണ്ട് എത്രത്തോളം നെഗറ്റീവ് തോട്ടിലേക്കും അല്ലെങ്കിൽ ഡിപ്രഷനിലേക്കും കടന്നു പോയതായി കാണുന്നു. നിങ്ങളെ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. എങ്ങനെയായാലും അവർ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഒരു പക്ഷേ ടാരോ റീഡിങ് വഴിയായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം, അതും അല്ലെങ്കിൽ ചില ഫേക്ക് ഐഡിയയിൽ കൂടി നിങ്ങളിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ പ്രൊഫൈലും കാര്യങ്ങളും അന്വേഷിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചില സുഹൃത്തുക്കളിൽ നിന്നും ഇതെല്ലാം അറിയുന്നതായിട്ടുള്ളൊരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും അവർ ഈഗോയായിട്ട് മുന്നോട്ട് നിൽക്കുന്നെങ്കിലും ഓക്കെ, അവർ നിങ്ങളുടെ മുന്നിൽ തലകുനിക്കാൻ വരുന്നില്ല എങ്കിലും നിങ്ങളെ അവർ തിരിഞ്ഞു നോക്കുന്നതായിട്ടുള്ള ഒരു എനർജി അവർ കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ, നിങ്ങൾ സന്തോഷത്തിലാണോ, നിങ്ങൾ ഇപ്പോഴും കരയുന്നുണ്ടോ, അവർ പോയതിൽ നിങ്ങൾക്ക് ഇപ്പോഴും വിഷമമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരന്വേഷിക്കുന്നതായിട്ടുള്ള ഒരു എനർജി വരുന്നുണ്ട്. ഓക്കെ, അവർക്ക് ഭയമുണ്ട് നിങ്ങളിലേക്ക് വരാൻ. കാരണം നിങ്ങളെ ഒരു കൂരിരുട്ടിലേക്ക് തള്ളിയിട്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിലേക്ക് തള്ളിയിട്ട് പോയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്നതിനുള്ള മാനസിക ധൈര്യം അവർക്ക് ഇല്ലാത്ത ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ പൂർണ്ണമായിട്ടും ഡിവോഴ്സ് സംഭവിച്ച ചില വ്യക്തികളെ കാണുന്നുണ്ട്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക.
പൂർണ്ണമായും ബ്രേക്കപ്പായി പോയ ചില വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട്. രണ്ടുപേരും രണ്ട് വശത്തേക്കായി തകർന്നു പോയ ചില വ്യക്തികളെ കാണുന്നുണ്ട്. റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും അവസാനിച്ച ചില വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു സൺ ആഗ്രഹിക്കുന്നു, വീണ്ടും ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നിങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾ ഇഗ്നോർ ചെയ്യുമോ എന്നുള്ള ഒരു ഭയം കൂടി അവരുടെ ഉള്ളിൽ ഉള്ളതായി കാണുന്നത് പൂർണ്ണമായും ബ്രേക്കപ്പ് ആയ വ്യക്തികൾക്കാണ്. ഇനി ഒന്നേന്നും പറഞ്ഞ് നിങ്ങളിലേക്ക് റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ, അഥവാ വന്നു കഴിഞ്ഞാൽ നിങ്ങളത് സ്വീകരിക്കുമോ, ഇനി പഴയതുപോലെ നിങ്ങൾ വിശ്വസിക്കുമോ എന്നൊക്കെ ഒരു ഡൗട്ട് നിങ്ങളുടെ പേഴ്സണ് ഉള്ളതായി കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു മടിച്ച് നിൽക്കുന്നു. നിങ്ങളുടെ ഓഫർ സ്വീകരിക്കുവാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫർ തരുവാനും അവർ മടിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയിൽ പോകുന്നുണ്ട്. ഇവിടെ എംപററിൻ്റെ കാർഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് ചിന്തിക്കുമ്പോൾ ഒന്ന് തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നുണ്ട്. അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ആഘാതം എത്രത്തോളമാകണം എന്ന് നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ആഘാതം എത്രത്തോളമാണെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. മാത്രവുമല്ല നിങ്ങളുമായിട്ടുണ്ടായ ഫൈറ്റ്, ഇനി തിരികെ വരുമ്പോഴുള്ള ഫൈറ്റ്, അപ്പോൾ അതെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആലോചിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരുപാട് സ്ട്രെങ്ത് എടുത്തിരിക്കുന്നു, നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചിരിക്കുന്നു. അവരില്ലാണ്ട് ഒരു നിമിഷം പോലും, അല്ലെങ്കിൽ അവരുടെ ഒരു കോളോ മെസ്സേജോ ഇല്ലാതെ ഒരു നിമിഷം പോലും ഇരിക്കാത്ത വ്യക്തിയായിരുന്നു നിങ്ങൾ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ മാസങ്ങളായി വർഷങ്ങളായിട്ടും നിങ്ങൾ അവരെ പിന്തുടർന്ന് ചെല്ലുന്നില്ല. അവരുടെ കോളും മെസ്സേജും ഇല്ലാതിരുന്നിട്ടും നിങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റും നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതായിട്ട് കാണുന്നത് കൊണ്ട് നിങ്ങളുടെ പേഴ്സണ് ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു ഈഗോ അവർക്ക് തോന്നുന്നുണ്ട്. അവർക്കൊരു ജലസി ഫീല് അവർക്ക് തോന്നുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, എങ്കിൽ കൂടിയും നിങ്ങളെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. നിങ്ങൾ വളരെ സൗന്ദര്യമുള്ളതായിട്ട് ഇപ്പോൾ അവർക്ക് അനുഭവപ്പെടുന്നു. മാത്രമല്ല നിങ്ങളെക്കുറിച്ച് അവർ നല്ല രീതിയിലാണ് ഇപ്പോഴും അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് സൂക്ഷിക്കുന്നത്. നിങ്ങളൊരു സ്ട്രെങ്ത് ഉള്ള വ്യക്തിയാണെന്നും നിങ്ങൾ മനസ്സറിഞ്ഞാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതെന്നും മറ്റുള്ളവരെ കെയർ ചെയ്യുന്നതെന്നും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. ദൈവിക സാന്നിധ്യം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട് എന്നവർ ചിന്തിക്കുന്നു. ദൈവം നിങ്ങളെ ഏത് സമയത്തും ഏത് ബുദ്ധിമുട്ടിലും ഏത് കണ്ണീരിൽ നിന്നും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ പുറത്തു കൊണ്ടുവരാനുള്ളൊരു ശക്തി നിങ്ങളോട് എപ്പോഴും യൂണിവേഴ്സിൻ്റെ ഒരു ശക്തി നിങ്ങളോടുള്ളതായി കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റൊരു വ്യക്തിയിലേക്കും ഓഫറിനായി പോകത്തില്ല, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി നിങ്ങൾക്ക് ഓഫർ തന്നിരുന്നാലും നിങ്ങളിനി ആരെയും വിശ്വസിക്കില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും അവരുടെ ഉള്ളിൽ നിങ്ങൾക്ക് സൗന്ദര്യവും നിങ്ങളിപ്പോൾ പോപ്പുലർ ആയിരിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ നിങ്ങളിപ്പം എല്ലാവരും അറിയുന്ന ഒരു വ്യക്തി ആയിരിക്കുന്നത് കൊണ്ടും ഒരു എംപ്രസിനെ പോലെ മറ്റുള്ളവരെ നിയന്ത്രിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്നതുമായിട്ടുള്ള ചില വ്യക്തി ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കാണുന്നത്. നിങ്ങളിപ്പോൾ ഭയങ്കര സ്ട്രെങ്ത് എടുത്തിരിക്കുന്നു, മറ്റുള്ളവരെ ഉപദേശിക്കുന്നു, മറ്റുള്ളവർക്ക് പൈസ വേണമെങ്കിൽ കൊടുക്കുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നു, മറ്റുള്ളവർക്ക് എന്തിനും കൂടെ നിൽക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് ഉള്ളിൽ ഒരു ഭയമുണ്ടെങ്കിലും നിങ്ങളോട് ഒരുപാട് താല്പര്യം തോന്നുന്നതായിട്ടുള്ള ഒരു എനർജിയും കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അടുത്തത് വന്നിരിക്കുന്നത് 9 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കാത്തു നിൽക്കുന്നു, പക്ഷേ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാതെ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും യൂണിവേഴ്സ് നടത്തി തരുന്നെങ്കിൽ നടത്തി തരട്ടെ എന്ന് പറഞ്ഞ് യൂണിവേഴ്സിൽ സറണ്ടർ ആയിട്ട് യൂണിവേഴ്സിൻ്റെ സമയത്തിനായി കാത്തു നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഡെവിളിൻ്റെ എനർജി കാണുന്നുണ്ട്. നിങ്ങളോട് അവർക്ക് ഫിസിക്കലി അട്രാക്ഷൻ തോന്നുന്ന ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. ഡെവിളിൻ്റെ എനർജി പറയുന്നത് നിങ്ങളോട് അവർക്ക് ശാരീരികമായിട്ടും ഒരു താല്പര്യം തോന്നുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും നിങ്ങളുമായിട്ട് ശാരീരികമായിട്ടുള്ള ഒരു ബന്ധപ്പെടലിലൂടെ നിങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ കഴിയുമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ എനർജി നിങ്ങൾക്കുമാകാം, നിങ്ങൾക്കായിരിക്കാം ഇതുപോലെ നിങ്ങളുടെ പാർട്ട്ണറോട് ഒരു ഫിസിക്കലി അട്രാക്ഷൻ തോന്നുന്നത്.
ഇത് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ഇവിടെ വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ഇവിടെ കാണുന്നു എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, മദർ യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തിരിച്ചു വരണം, നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്ന്, നിങ്ങൾ അവരിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ അവർക്ക് വരാൻ പറ്റാത്ത അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീറ്റ് ചെയ്തിട്ട് ചതിച്ചിട്ടാണ് പോയിരിക്കുന്നത്. നല്ല രീതിയിൽ ചതിച്ചു എന്ന് നിങ്ങൾക്കും അറിയാം. അവരൊരിക്കലും വിചാരിച്ചില്ല തിരിച്ച് വരേണ്ടി വരുമെന്ന്. നിങ്ങളിലേക്ക് ഇനി എന്നേക്കുമായി നിങ്ങളുടെ റിലേഷൻ അവസാനിച്ചു എന്നുള്ള രീതിയിലാണ് അവർ നിങ്ങളെ അത്രത്തോളം വേദനിപ്പിച്ച് ചതിച്ചിട്ട് കടന്നു പോയത്. എന്നാൽ ഇപ്പോൾ തിരിച്ചു വരുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവർക്ക് കടന്നു വരാൻ പറ്റാത്ത വണ്ണം ഉള്ള നെഗറ്റീവ് വാക്കുകളും പ്രവർത്തനങ്ങളും ഇവിടെ ചെയ്തു വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു നാണക്കേട് കാരണം നിൽക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങളിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അവരുടെ പ്രവർത്തനം ഇവിടെ മാറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു മൂണിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. അവർക്ക് നിങ്ങളിലേക്ക് കടന്നു എത്തുവാൻ തക്കവണ്ണം വരാത്ത വണ്ണം ഒരു ഡിപ്രഷൻ ആയിരിക്കുന്നു. ഡിപ്രഷൻ്റെ ഫുൾ മൂൺ ടൈമിലാണെന്നെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണൽ പ്രോബ്ലം ഉണ്ടാകും. ഒരുപാട് സങ്കടപ്പെട്ട് കരയുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന ഇതാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് കരയുന്ന അവസ്ഥ, ഒരുപാട് ഭയക്കുന്ന അവസ്ഥ, ഓക്കെ, ഭയന്ന് പോകുന്ന അവസ്ഥയാണ് ഇപ്പോഴിവിടെ ഉള്ളത്. കാരണം ഒരു വെപ്രാളവും കാര്യങ്ങളൊക്കെ വരത്തില്ലേ, നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ, ഞാൻ ഇന്ന ചീറ്റിംഗ് ഒക്കെ ചെയ്ത് അവർ കണ്ടുപിടിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു വെപ്രാളം എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. മദർ യൂണിവേഴ്സ്, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതിയുള്ള എനർജി. അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നോന്ന് നോക്കുക. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കും തേർഡ് പാർട്ടിക്കും കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന്. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്, എന്ത് മെസ്സേജാണ് നിങ്ങൾക്കും തേർഡ് പാർട്ടിക്കും കൊടുക്കുന്നത്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്, പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇതാണ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. ഓക്കെ, നിങ്ങൾക്ക് തരുന്ന മെസ്സേജാണിത്. സെലക്ട് ചെയ്യേണ്ട ഇതെല്ലാം നിങ്ങൾക്ക് തരുന്ന മെസ്സേജാണ്. ഓക്കെ, ഇത് മൂന്നും നിങ്ങൾക്കുള്ള മെസ്സേജാണ്. ഇനി തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്ന മെസ്സേജ് എടുക്കട്ടെ. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്, എന്താണ് തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്ന മെസ്സേജ്? നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? 1 2 3. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളോടും തേർഡ് പാർട്ടിയോടും എന്താണ് പറയുന്നതെന്ന്. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്, യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജിയിലേക്ക് കാർഡിനെ സമർപ്പിക്കുന്നു, ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്ങിനായി സമർപ്പിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് കൊടുക്കുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? ഇവിടെ കാണാം പൂർണ്ണ ഗർഭിണിയെ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി അവർക്ക് വെപ്രാളമാണ്, വെപ്രാളം. ഓക്കെ, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കൺഫ്യൂഷനാണ് ഉള്ളത്. ഓക്കെ, നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്താണ് എന്നറിയാത്ത, ആങ്കൊച്ചാണോ പെങ്കൊച്ചെന്ന് അറിയാൻ വയ്യാത്ത ആ ഒരു ഇത്. പിന്നെ അല്ലാതെ സുഖപ്രസവമാണോ അതോ ഇനി സിസേറിയനാണോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കാണത്തില്ലേ. അപ്പോൾ അതുപോലെയുള്ള ചില വെപ്രാളങ്ങളും പരവേശത്തിലുമാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് കാണുന്നത്. ഓക്കെ, പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്, നിങ്ങളെ പ്രതി അവർക്ക് ഭയങ്കര കെയർ, നിങ്ങൾ ഒരുപാട് കെയറിങ് ഉള്ള വ്യക്തിയാണെന്നും നല്ലൊരു വ്യക്തിയാണെന്നും നിങ്ങളോട് ഇപ്പോൾ അവർക്ക് ഒരുപാട് മമത തോന്നുന്നു. ഓക്കെ, പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്, എന്ത് മെസ്സേജാണെന്ന് നോക്കട്ടെ. ഒരുപാട് മമത തോന്നുന്നു, അതാണ്ട് ഐ ലവ് യു. ഓക്കെ, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു കാര്യത്തിൽ ഭയങ്കര സ്നേഹവും കാര്യങ്ങളും കെയറിങ്ങും ഒക്കെ തോന്നുന്നുണ്ട് നിങ്ങളോട് ഇപ്പോൾ അവർക്ക്. ഓക്കെ, പുറത്തു നിന്ന് നോക്കുന്നത് കൊണ്ട്, അകത്ത് നിങ്ങൾ കയറ്റത്തില്ല. കാരണം അമ്മാതിരി കാണിച്ചു വെച്ചിട്ട് പോയത് കൊണ്ട് അവർക്ക് പുറത്തു നിന്ന് സ്നേഹിക്കാനേ പറ്റുന്നുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം അടുത്ത തേർഡ് പാർട്ടിയോട് എന്താണെന്ന് നോക്കട്ടെ. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്, ഇവിടെ ഐ ലവ് യു ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്, ഇവിടെ ഐ ഹേറ്റ് യു. ഇവിടെ ഐ ഹേറ്റ് യു ആണ്. ഓക്കെ, എൻ്റെ ദൈവമേ, സോറി കേട്ടോ. 5 ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പേടിക്കല്ലേ ആരും എൻ്റെ ചിരി കേട്ട്. ഐ ഹേറ്റ് യു ഉണ്ട്, അൺകംഫർട്ടബിൾ ആണെന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കംഫർട്ടായപ്പോൾ ഇവിടെ അൺകംഫർട്ട് ആയിക്കോട്ടെ കേട്ടോ. ഓക്കെ,
ഇപ്പം നിങ്ങൾ അവരുമായിട്ട് അത്ര രസത്തിലല്ല പോകുന്നത്. ഇപ്പം അവർക്ക് കംഫേർട്ട് ഫീല് തോന്നുന്നില്ല, നല്ലൊരു ഫീൽ അവരുമായിട്ട് പോകാൻ തോന്നുന്നില്ല എന്നുള്ള ഒരു മെസ്സേജാണ് വരുന്നത്. കാരണം ഓവർ തിങ്കിങ്ങും ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പം അവിടെ നിൽക്കുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തി, സെലക്ട് ചെയ്തില്ലല്ലോ, ഇത് മൊത്തത്തിൽ നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് ഇവിടെ നല്ല 10 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കല്യാണം കഴിച്ച വ്യക്തിയാണെങ്കിൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ, കുട്ടികളെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളെക്കുറിച്ച് നമുക്കൊരു പുതിയ കുഞ്ഞ് വേണം എന്നൊക്കെ നിങ്ങളുടെ ഇടയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്കുകളെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് നമ്മൾ എനിക്കൊരിക്കലും നീ ഇല്ലാണ്ട് ഒരു ലൈഫിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, പുറത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, എനിക്ക് നീ ഇല്ലാണ്ട് ഒരു നിമിഷം നിൽക്കാൻ പറ്റത്തില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോഴുള്ള അവസ്ഥ വന്നിരിക്കുന്നത്. കാരണം തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് കിട്ടേണ്ടതെല്ലാം കിട്ടിയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ടിയോട് ഇവിടെ എന്തായാലും നിങ്ങളില്ലാണ്ട് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഇവിടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് എന്താണ് പറയുന്നത് നോക്കട്ടെ. തേർഡ് പാർട്ടിയുടെ അടുത്ത് നിന്ന് പതുക്കെ എസ്കേപ്പ് ആവുകയാണ് കേട്ടോ. പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അപ്പുറത്ത് കടന്ന് രക്ഷപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് പതുക്കെ ഇറങ്ങിയിട്ടുണ്ട്. പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. പതുക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പറയുന്നു തേർഡ് പാർട്ടിയോട് പറയാൻ നിൽക്കുന്നത്, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, ഫ്രണ്ട്സ് അതിനുപരി ഒരു അല്പം കൂടി ഉയർന്ന സ്ഥാനം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. ഫ്രണ്ട്സാണ് നമ്മൾ ഫ്രണ്ട്സാണ്, അതിനപ്പുറം ഒന്നുമില്ല. അല്ലെങ്കിൽ ഫ്രണ്ട്സിനെക്കാളും കുറച്ചുകൂടി ഉയർന്ന സ്ഥാനം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുകയാണ്. ഈ ഒരു സ്ഥലത്ത് നിന്നും അവർ മാനസിക ധൈര്യം എടുത്തുകൊണ്ട് അവർ പോകാൻ ശ്രമിക്കുന്നു. ഓക്കെ, പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടോട്ടാണ് വരുന്നത്. കാരണം നിങ്ങളില്ലാണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഫ്രണ്ട് ആക്കിക്കൊണ്ട് അങ്ങോട്ടേക്കുള്ള വഴി നോക്കുകയാണ്. പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. അടുത്തത് നോക്കാം. മൂന്നാമത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഗ്രോത്ത് ആണ്. നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഗ്രോത്ത് ഉണ്ടാകും. നിങ്ങൾ അവരുടെ കൂടെ ഉള്ളപ്പോഴെല്ലാം അവർക്ക് നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു, മാനസിക സന്തോഷമുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ കൂടെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഏതെങ്കിലും രീതിയിൽ ഇപ്പം നിങ്ങളിലേക്ക് അവർക്ക് കടന്നു വരാൻ പറ്റാത്ത വണ്ണം ഏതെങ്കിലും രീതിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എനിക്ക് നിന്നിലേക്ക് വരണം, ഗ്രോത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരിപ്പോൾ പുറത്ത് നിൽക്കുകയാണ്, നിങ്ങളിലേക്ക് കടന്നു വരാൻ പറ്റുന്നില്ല. കാരണം അവർ ചെയ്തു വെച്ച് പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാരണം ഒരു അൺകംഫർട്ടബിൾ ഫീലാണ് ഇപ്പോൾ അവർക്ക് തോന്നുന്നത്. കാരണം വരാൻ പറ്റത്തില്ലല്ലോ, ചീറ്റ് ചെയ്തിട്ടല്ലേ പോയത്. അതുകൊണ്ടാണ് ഇവിടെ എങ്ങനെ കയറി വരും, എന്ത് മുഖത്തോടു കൂടി നിങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ള ഒരു ഫീലിങ്സാണ് ഇവിടെ വരുന്നത്. ഓക്കെ, മൂന്നാമത്തെ ഇവിടുത്തെ കാർഡ് നോക്കാം. ഇവരോട് എന്താണ് പറയുന്നതെന്ന് അറിയട്ടെ. ഇവിടെ കൺഫ്യൂഷനാണ്, ഇവിടെയും കൺഫ്യൂഷനാണ്, ഇവിടെയും കൺഫ്യൂഷനാണ് കേട്ടോ. 7 ഓഫ് കപ്പിൻ്റെ എനർജി ഏതെടുക്കണം എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് പോകുന്നത്. കാരണം എന്ത് ചെയ്യട്ടെ ഏത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എന്ത് സെലക്ട് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് കാശ് പോയിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് കാശ് കയ്യിൽ നിന്നും പോയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ അവിടെ കണക്ക് പറയുകയാണ്, എത്ര പോയിട്ടുണ്ടെന്നുള്ള കണക്ക് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ നിന്ന് ഇത്ര പോയി അത്ര പോയി എന്നുള്ള കാര്യമൊക്കെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നു. അപ്പോൾ എനിക്ക് എത്ര തരാനുണ്ട്, നിനക്കെത്ര തരാനുണ്ട് എന്നുള്ള കാര്യങ്ങളിലെല്ലാം അവിടെ ചർച്ച നടക്കുന്നതായി കാണുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ നടക്കുന്നു. എൻ്റെ പൈസ നീ എടുത്തില്ലേ, നിൻ്റെ പൈസ ഞാൻ എടുത്തില്ലേ എന്നുള്ള പണത്തെ ചൊല്ലിയുള്ള ചില തർക്കങ്ങളും കൺഫ്യൂഷനുമായിട്ട് നിൽക്കുന്നതായി കാണുന്നു. ഓക്കെ,
അപ്പം ഇതാണ് നിങ്ങളോടും നിങ്ങളുടെ തേർഡ് പാർട്ടിയോടും നിങ്ങളുടെ പേഴ്സണ് പറയാൻ ഇരിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ഇതിലെ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ചിന്തയാണ് നിങ്ങളെ ലൈഫിലേക്ക് ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. നമുക്ക് നോക്കാം, എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം സാധ്യമാകുമോ? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം സാധ്യമാകുമോ? ഞാനിവിടെ 3 കാർഡാണ് എടുക്കുന്നത്. ഒന്ന് സാമ്പത്തികം, ഓക്കെ, 1, 2 ജോലി. ഇത് ജോലി, ഇത് സാമ്പത്തികം, ജോലി, മക്കളുടെ കാര്യം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് തിരഞ്ഞെടുക്കുന്ന എല്ലാം തിരഞ്ഞെടുക്കാം, നിങ്ങൾക്ക് ഇതിലെല്ലാം എടുക്കാം. ഓക്കെ, സാമ്പത്തികം, ജോലി, മക്കൾ. ഓക്കെ, മക്കളുടെ കല്യാണം, മക്കളുടെ മുന്നോട്ടുള്ള പഠിത്തം, ജോലി എല്ലാം എടുക്കാം. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്നതായിട്ടുള്ള സാമ്പത്തികത്തിൻ്റെ നില എങ്ങനെയായിരിക്കും? ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ചില വ്യക്തികളോട് സാമ്പത്തികം ചോദിക്കുന്നുണ്ടെങ്കിൽ, ചില ബാങ്കിൽ നിങ്ങൾ പൈസ ചോദിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂസിന് കിട്ടാനുള്ള പണവും കൊടുക്കാനുള്ള പണവും എല്ലാം കൊടുക്കാനും കിട്ടാനും പറ്റുമോ? ഹാങ്ഡ് സിറ്റുവേഷൻ ആണല്ലോ. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇപ്പോൾ നിങ്ങൾ ഹാങ്ഡ് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ ഉടൻ തന്നെ, ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ ആ കയ്യും കാലും എല്ലാം നിവർത്തി ചാടാൻ തുടങ്ങും. ഓക്കെ, ഇപ്പം കയ്യും കാലും കെട്ടിയിട്ടിരിക്കുകയാണ്, സാമ്പത്തികമായിട്ട് മുന്നോട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, ഉടൻ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ഒരു കെട്ട് പൊട്ടിച്ച് സന്തോഷത്തോടു കൂടി ഇങ്ങനെ ചാടുന്ന അവസ്ഥ ഉണ്ടാകും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഗ്രോത്ത് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എൻ്റെ വ്യൂവേഴ്സ് പൈസയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു, അത് അവർക്ക് കൊടുക്കുന്നതിലും വാങ്ങുന്നതിലുമുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ സാധ്യമാക്കിയതിനായി നന്ദി. ഓക്കെ, രണ്ടാമത്തെ കാർഡ്, ഇത് ഹാങ്ഡ് മാൻ ആണല്ലോ. എന്തായിരുന്നു? ജോലി. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സ് ജോലി സംബന്ധമായിട്ട് ചില സിറ്റുവേഷനിൽ ഹാങ്ഡായി കിടക്കുന്നു, അതിലൊരു മാറ്റം ഉണ്ടാകുമോ? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇപ്പോൾ ഹാങ്ഡായിട്ട് കിടക്കുകയാണ്, നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, അവയർനെസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അതിലൊരു അനക്കം തട്ടുന്നില്ല, കാര്യങ്ങളെല്ലാം വന്ന് നിൽക്കുന്നുണ്ട്, പക്ഷേ അതിൽ മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ അത് എന്താണ് സ്ഥിതി എന്നുള്ള കാര്യം അറിയുന്നില്ല, വെയിറ്റിംഗ് ആണ്. ഓക്കെ, വിദേശ യാത്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഒരു യാത്രയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുറേ. ഓക്കെ, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എന്നാൽ നിങ്ങൾക്കൊരു വഴി ഇവിടെ ഓപ്പൺ ആകുന്നുണ്ട്. ഓക്കെ, ഇവിടെ കയറി പോകാൻ യൂണിവേഴ്സ് ഇവിടെ നിങ്ങളിലേക്ക് ഒരു പ്രകാശത്തെ അയക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വഴി തുറക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതുവരെയും നിങ്ങളിങ്ങനെ തൂങ്ങിക്കിടക്കുകയായിരുന്നുവെങ്കിൽ, തലകീഴായി കിടക്കുകയായിരുന്നുവെങ്കിൽ ഇവിടെ ഗ്രോത്ത് വരുന്നുണ്ട്. ഓക്കെ, ഒരു അവയർനെസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് വിദേശത്ത് പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ നാളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ, വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകുന്നുണ്ട്, അതിൻ്റെ വഴി ഇവിടെ തുറക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചില ജോലിയിൽ നിന്ന് പുറത്തായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു വിട്ട ജോലിയിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു കയറാൻ വയ്യാതെ നിൽക്കുന്നെങ്കിൽ, അപ്പം അതിലൊക്കെ ഒരു മാറ്റം ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു വഴി ഇവിടെ തുറന്നു വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അടുത്ത് നോക്കാം, മക്കളുമായി ബന്ധപ്പെട്ട്, മക്കളുടെ കല്യാണം, മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ കാർഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതാ മക്കൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു കുട്ടിയുടെ കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു സിംഹാസനത്തിൽ കുഞ്ഞുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ അമ്മയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫാദർ ആണെങ്കിൽ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഈ കാർഡ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ക്യൂൻ ഓഫ് സോഡ്, ധൈര്യത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. ഓക്കെ, ചില ഡബിൾ എനർജികളെ കൂടി കാണുന്നുണ്ട്. നിങ്ങൾ അതിന് വേണ്ടി പ്രാർത്ഥിക്കുക, അതെല്ലാം വിട്ടുപോകുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ,
ഡബിൾ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അത് തോട്ടാണ്, നിങ്ങളുടെ ചിന്തയിൽ വരുന്നതായിട്ടുള്ള നെഗറ്റീവ് തോട്ടുകളെയാണ് ഇവിടെ പറയുന്നത്. ആ നെഗറ്റീവ് തോട്ടുകളെ നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങളുടെ മക്കളെയോ നിങ്ങളെയോ കയ്യിൽ വെച്ച് നൂൽപ്പാവ പോലെ കാണിക്കുന്നില്ലേ, അത് നിങ്ങളുടെ തോട്ടാണ്. ആ തോട്ടിനെ നിങ്ങളൊന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടുത്തെ ഡബിൾ എനർജി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആരും ഒന്നും ചെയ്തതല്ല, നിങ്ങളുടെ തോട്ടിൽ നിന്ന് വരുന്നതായിട്ടുള്ള നെഗറ്റീവ് എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അതാണ് നിങ്ങളുടെ മക്കളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള പോസിറ്റീവിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോ നിങ്ങളുടെ മക്കളോ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുവെങ്കിൽ അതിൽ നിന്നും റിലീസാകുക. ഓക്കെ, നെഗറ്റീവ് തോട്ടിനെ പറഞ്ഞു വിട്ടെങ്കിൽ മാത്രമേ ഈ ഡബിളിൻ്റെ കയ്യിലിരിക്കുന്ന പാവയെ പോലെ ആയിരിക്കുന്ന നൂൽപ്പാവയിൽ നിന്ന് ഒരു മോചനം ലഭിക്കുകയുള്ളൂ എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഒരു മാറ്റം സംഭവിക്കും, പക്ഷേ അത് നിങ്ങളുടെ ചിന്ത പോലെ ഇരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ ഒരുപാട് പേര് മറക്കുന്നുണ്ട്. സാരമില്ല, നിങ്ങൾ മറന്നാലും. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു.